സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കി തിരുവനന്തപുരം കേന്ദ്രീകരിക്കുന്നു. ഇയാളുമായി സൗഹൃദം പാടില്ലെന്നും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുതെന്നും പ്രവർത്തകർക്ക് CPM നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. AKG സെന്റർ ആക്രമണ കേസിലെ പ്രതിയും അർജുനും ഒരുമിച്ച് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ CPM നേതാവ് IP ബിനുവാണ് പുറത്തുവിട്ടത്. AKG സെന്ററിൽ ബോംബ് എറിഞ്ഞവന്മാരോടൊപ്പം ചേർന്ന് ഈ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് വെച്ച് പൊറപ്പിക്കാൻ തൽക്കാലം സൗകര്യമില്ലെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ ബിനു പറഞ്ഞു. അതിന് മറുപടിയുമായി അർജുൻ ആയങ്കിയും രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി BB അരുൺ ചേരുന്നു. അരുൺ, കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കിയെ കരുതൽ തടങ്കലിലെടുത്തതാണ്. ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് SFI നേതാവിനെ പിടികൂടാനെത്തിയപ്പോൾ അയാൾക്കൊപ്പം അർജുൻ ആയങ്കി ഉണ്ടായിരുന്നു. അന്ന് ഈ SFI നേതാവിനെയും അർജുൻ ആയങ്കിയും പോലീസ് പിടികൂടുന്നു, പിന്നീട് കരുതൽ തടങ്കലിലെടുത്തു എന്ന് വിശദീകരണം നൽകുന്നു. ഇപ്പോൾ കൂടുതൽ ആരോപണങ്ങൾ, കൂടുതൽ ദൃശ്യങ്ങളൊക്കെ ഇയാളെ കേന്ദ്രീകരിച്ച്, അർജുൻ ആയങ്കിയെ കേന്ദ്രീകരിച്ച് പുറത്തു വരുന്നുണ്ടല്ലോ. അതായത് അർജുൻ ആയങ്കി കണ്ണൂരിൽ നിന്നും താവളം, അദ്ദേഹത്തിൻ്റെ ഒരു മേഖല പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്തേക്ക് വ്യാപിപ്പിക്കുന്നു. അവിടെ പല ഗുണ്ടാ സംഘങ്ങളുമായും ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നെന്നാണോ പാർട്ടി നേതൃത്വം ആരോപിക്കുന്നത്? ടോം, അർജുൻ ആയങ്കി നേരത്തെ ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക പ്രവർത്തനമായിരുന്നു. പിന്നീട് പലപ്പോഴും അയാൾ വാർത്തകൾ നിറഞ്ഞത് CPMന്റെ സൈബർ പോരാളി നിലയിൽ കൂടിയായിരുന്നു. വളരെ കൃത്യമായി എതിരാളികൾക്ക് വലിയ ആരോപണങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ച അർജുൻ ആയങ്കി ഫേസ്ബുക്ക് കുറിപ്പിടുമായിരുന്നു. അതിനുശേഷം അയാൾ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി, കണ്ണൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണം കടത്തൽ, സ്വർണം പൊട്ടിക്കൽ കേസുകളിലെ പ്രതിയായി മാറുന്നു. അതോടുകൂടിയാണ് CPMുമായി തെറ്റുന്നത്. CPM അയാളെ തള്ളിപ്പറയും, DYFI തള്ളിപ്പറയുകയും ചെയ്തു. അതിനുശേഷം അർജുൻ ആയങ്കി CPM സൈബർ പോസ്റ്റുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും പ്രചരിപ്പിക്കുന്നതുമായിരുന്നില്ല. ഇതിനിടയിലാണ് അയാൾ അവിടെ നിന്ന് ഈ പ്രവർത്തന കേന്ദ്രം മാറ്റുന്നു. CPM തള്ളിപ്പറഞ്ഞതോടുകൂടി അവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ഇയാൾ ഇടയ്ക്ക് കരുതലാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ജയിലിലാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അയാൾ തിരുവനന്തപുരം, എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിക്കുന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഈ ആദർശ് എന്ന അയാൾ മുൻ SFI നേതാവാണ്. SFIയുടെ ഏരിയ ജോയിന്റ് സെക്രട്ടറി. ഇപ്പോൾ SFIയുമായോ CPMുമായോ ഒരു ബന്ധവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാളെ അന്വേഷിച്ച് പോലീസ് ചെല്ലുമ്പോഴാണ്, അയാളും നേരത്തെ കാപ്പ കേസിലടക്കം പ്രതിയായ ആളാണ്, അയാൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അവിടെ അർജുൻ ആയങ്കിയെ കാണുന്നത്. അർജുൻ ആയങ്കി പ്രവർത്തന കേന്ദ്രം തലസ്ഥാനത്തേക്കും അതുപോലെ കൊച്ചിയിലേക്കും മാറ്റി എന്ന് പോലീസ് പറയുന്നു. ഇപ്പോൾ ഇത് വിവാദമാകാൻ കാരണം ഇന്നലെ CPMന്റെ പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ DYFIയുടെ മുൻ നേതാവ് ബിനു IP ബിനുവിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ്. ഇത്തരത്തിൽ പാർട്ടി ഓഫീസിനെതിരെ ആക്രമണം നടത്തിയ ആളുകൾക്കൊപ്പം, അതായത് ജിതിൻ എന്ന AKG സെന്റർ ആക്രമണ കേസിലെ പ്രതി, അയാളും അർജുൻ ആയങ്കിയും ആദർശം ഒരുമിച്ചിരുന്ന ഒരു കള്ളുഷാപ്പിലിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ ബിനു IP പുറത്തുവിട്ടത്. അത്തരത്തിൽ പാർട്ടിക്കെതിരെ നിലപാടെടുത്ത ആളുകൾക്കൊപ്പം ചേർന്ന് നിന്നാൽ അതിന് മറുപടി പറയേണ്ടി വരുമെന്ന് ബിനു IPയുടെ പോസ്റ്റാണ് ഇപ്പോൾ ഈ വിഷയങ്ങൾ ഇപ്പോൾ വാർത്തയിൽ കൊണ്ടുവരുന്നത്. അതിനുള്ള മറുപടിയുമായി അർജുൻ ആയങ്കിയും രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ പാർട്ടി ഓഫീസിനെ ആക്രമിച്ച ആളാണ്, ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ രണ്ടുകാലിൽ നടക്കില്ലായിരുന്നു എന്ന പരാമർശമൊക്കെയായി ബിനു IPക്കെതിരെ അർജുൻ ആയങ്കിയും ഫേസ്ബുക്കിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇയാൾ ഇവിടെ തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അത് പാർട്ടി സൈബർ പോരാളി എന്ന നിലയിൽ അയാൾക്ക് ലഭിച്ച ഒരു സ്വീകാര്യതയുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് CPM പ്രവർത്തകർക്കിടയിൽ തന്നെ ഇയാളുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിൽ, മെൻസ് ഹോസ്റ്റലിൽ എക്സൈസ് പരിശോധന നടത്തുന്നു. അതിനു മുമ്പ് തന്നെ അർജുൻ ആയങ്കി അവിടെ വന്നിരുന്നു. ആ ദിവസങ്ങൾ അവിടെ താമസിച്ചിരുന്ന വിവരങ്ങളും പോലീസിനും അതുപോലെ CPM നേതാക്കൾക്കുമൊക്കെ ലഭിക്കുന്നുണ്ട്. അയാൾ ഈ പാർട്ടിയിലെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് പാർട്ടി പ്രവർത്തകർ കാരണവശാലും അയാൾ അടുപ്പിക്കുന്ന നിർദ്ദേശമാണ് CPMന്റെ ഉന്നത നേതൃത്വം തന്നെ പ്രാദേശിക നേതൃത്വങ്ങൾക്ക് നൽകുന്നത്. അർജുൻ ആയങ്കി പാർട്ടി ബന്ധം ഉപയോഗിച്ചുകൊണ്ടും നേരത്തെ ഉള്ള ഈ സൈബർ പോരാളി എന്ന ഒരു വിശേഷണം ഉപയോഗിച്ചുകൊണ്ടുമൊക്കെ പാർട്ടിയുമായും പ്രവർത്തകരുമായി അടുക്കാൻ ശ്രമിക്കും. അതിന് അവസരം കൊടുക്കുന്നത് അയാൾ അകറ്റണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. ഏതായാലും അർജുൻ ആയങ്കി തുടർച്ചയായ വാർത്തകൾ നിറയുകയാണ്. കഴിഞ്ഞ ആഴ്ച ഈ ആദർശിന്റെ വീട്ടിൽ വെച്ച് പോലീസ് കസ്റ്റഡി എടുക്കുകയും കരുതൽ തടങ്കലിൽ പാർപ്പിക്കുകയും ആണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ ഈ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന IP ബിനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വരുന്നതോടുകൂടി വീണ്ടും അത് ഒരു വാർത്തകളിൽ നിറയുകയാണ് അർജുൻ ആയങ്കി. ഒരു ബന്ധവും തനിക്കിപ്പോൾ പാർട്ടിയുമായിട്ടില്ല, പാർട്ടിയുടെ ഒരു പോസ്റ്റും ഷെയർ ചെയ്യാറില്ല എന്ന വിശദീകരണമൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിൽ നൽകുന്നുമുണ്ട്.
യെസ്, തീർച്ചയായും. കാരണം അർജുൻ ആയങ്കി അതിന് നൽകിയ മറുപടി ഇതാണ്: ശ്രീകോവിലിന് നേരെ പടക്കം എറിഞ്ഞവൻ 2 വർഷങ്ങൾക്കിപ്പുറവും ആ നാട്ടിൽ നെഞ്ചുവിരിച്ച് നടക്കുന്നത് ആരുടെ കഴിവുകേടാണെന്ന് സ്വയം വിലയിരുത്തിയാൽ മതി. ഞാൻ വർഷങ്ങൾക്ക് മുൻപേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. കാരണം പാർട്ടിക്കൊരു പെരുദോഷം വേണ്ടെന്ന് കണ്ട് ഫേസ്ബുക്കിൽ പോലും ഒരു പാർട്ടി പോസ്റ്റർ പോലും ഷെയർ ചെയ്യാതെ നിശബ്ദനായി നിൽക്കുന്നയാളാണ് ഞാൻ. ഇന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്: നിങ്ങൾ കൈകൂപ്പി തൊഴുന്ന ശ്രീകോവിലിൽ നേരെ പടക്കം എറിഞ്ഞവൻ ഞങ്ങളുടെ നാട്ടിലായിരുന്നുവെങ്കിൽ 2 കാലിൽ നടക്കില്ലായിരുന്നുവെന്ന് മാത്രം IP ഓർമ്മിപ്പിക്കുന്നു എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അർജുൻ ആയങ്കി IP ബിനുവിന് മറുപടിയായി നൽകുന്നത്. അതായത് പാർട്ടിയെ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഒരു കുറിപ്പ് തന്നെയാണ് അർജുൻ ആയങ്കിയുടെ ഭാഗത്തു നിന്നുള്ളത്. എന്തായാലും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള അർജുൻ ആയങ്കിയുടെ ഈ പ്രവർത്തനം പോലീസ് നിരീക്ഷിക്കുന്നുണ്ടോ? ഇയാൾ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ ക്രിമിനൽ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം? അത് നേരത്തെ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള സംഘങ്ങളുമായിട്ടുള്ള ബന്ധവും കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടുള്ള ബന്ധവും ഒക്കെ പുറത്തു വന്നതാണ്. പോലീസിന്റെ ഒരു കൃത്യമായ നിരീക്ഷണത്തിലാണോ അർജുൻ ആയങ്കി ഇപ്പോൾ ഉള്ളത്, അരുൺ? എന്ന് വേണം മനസ്സിലാക്കാൻ. ഇയാൾ തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഇവിടെ CPI-യുമായി നേരത്തെ ബന്ധമുള്ള ആളുകളുമായി, CPI-യുമായും അതുപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധമുള്ള ആളുകളുമായിട്ടൊക്കെ ചങ്ങാത്ത സ്ഥാപിക്കുന്നു. ഇവിടെ തിരുവനന്തപുരം വന്നത് തന്നെ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കാനാണ് എന്ന വിവരവും പോലീസിന് ലഭിക്കുന്നുണ്ട്. ഈ ജിതിനും മറ്റും ഉൾപ്പെട്ട ഒരു അടിപിടി കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും അത്തരം ചില വിവരങ്ങൾ കൂടി പോലീസ് ശേഖരിക്കുന്നു. എന്തുകൊണ്ട് നിരന്തരം അയാളുടെ പ്രസൻസ് ഇവിടെ ഉണ്ടാകുന്നു എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. പ്രത്യേകിച്ചും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുമൊക്കെയാണ്. അതുകൊണ്ട് മറ്റേതെങ്കിലും താല്പര്യങ്ങൾ അയാൾക്ക് ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ കണ്ണൂരിൽ നിൽക്കാൻ കഴിയുന്ന സാധ്യത മാറി നിൽക്കുന്നതാണോ എന്ന കാര്യമാണ് പ്രധാനമായും പോലീസും അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. സുഷിത് പാഞ്ചൊക്കെ വിശദമായ വിവരം ഇതുമായി ബന്ധപ്പെട്ട് തേടുന്നുണ്ട്. അതായത് CPM നേതാക്കൾ അവരുടെ നേതൃത്വം അണികൾക്ക് നൽകുന്ന നിർദ്ദേശം ഇത്തരം ആൾക്കാരുമായി ഒരു തരത്തിലുള്ള ചങ്ങാത്തവും പാടില്ല, അവരെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുത്, വന്നാൽ തന്നെ അകറ്റി നിർത്തണം. പാർട്ടിയുടെ പേര് പറഞ്ഞ ആളാണ് അർജുൻ ആയങ്കി എന്നാണ് CPM-ന്റെ വിമർശനം. പക്ഷേ അർജുൻ ആയങ്കി എങ്ങനെയാണ് താൻ പാർട്ടിയിലേക്ക് എത്തിയത്, തൻ്റെ പാരമ്പര്യമൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ അവസാനമായി ഇട്ടിട്ടുള്ളത്. ഏതായാലും അർജുൻ ആയങ്കി ഇപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ല എന്ന് അയാൾ തന്നെ പറയുന്നു. ഇപ്പോൾ CPM ആ നിലപാട് തന്നെയാണ്. നേരത്തെ തന്നെ ആ ബന്ധമൊക്കെ അവസാനിപ്പിച്ചതാണ്. സൈബർ ഇടങ്ങളിൽ പോലും അർജുൻ ആയങ്കി CPM-ന് വേണ്ടി ഇപ്പോൾ രംഗത്ത് വരുന്നുമില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ AK സെന്റർ ആക്രമണ കേസിലെ പ്രതിയുമൊത്ത് അയാൾ ഇപ്പോൾ ഒരു മദ്യപാന സദസ്സിൽ വന്നതാണ് ഇപ്പോഴത്തെ വാർത്തകൾക്ക് അടിസ്ഥാനം. യെസ്, വ്യക്തമാണ്. BV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അർജുൻ ആയങ്കിയെ കൃത്യമായും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ പ്രവർത്തനം. പല ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്.